എന്താണെന്നറിയാമോ, എപ്പോക്സി റെസിൻ ടേപ്പ്. ഈ ടേപ്പ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചില ജ്വല്ലറീസ് ഉണ്ടാക്കുന്നത്. അതായത് ഇത് കണ്ടോ, ഈ ഓപ്പൺ ബെസൽ, ഇത് നമ്മൾ മോൾഡിൽ വെച്ചിട്ടുണ്ടാക്കാൻ പറ്റില്ലല്ലോ, ഇത് മോൾഡ് അല്ലല്ലോ. അപ്പോൾ ഈ ഓപ്പൺ ബെസലിൽ ലീക്ക് ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത് ഓപ്പൺ ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ട് ഇത് വെക്കും, ഒട്ടിച്ച് വെക്കും. ഒട്ടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മളുടെ വിരലൊന്നും ഇതിൻ്റെ ഉള്ളിലാകാൻ പാടില്ല. അപ്പോൾ നമ്മുടെ ഫിംഗർ പ്രിൻറ്റ്സ് ഒക്കെ ചിലപ്പോൾ കിട്ടാൻ ചാൻസ് ഉണ്ട്. മാക്സിമം ആ റൗണ്ടിൻ്റെ ഷേപ്പ് അല്ലെങ്കിൽ ഏത് ഷേപ്പാണോ നിങ്ങൾ ആഡ് ചെയ്യണത് അതിനകത്ത് മാക്സിമം കൈയൊന്നും വെച്ച് നിൽക്കാതിരിക്കുക. ഓക്കെ, എല്ലാം ഇതിനകത്ത് വരും. അതുണ്ടാക്കിയതാണ് ഇത്. ഉണ്ടോ, ഇങ്ങനത്തെ ഓരോരോ ജ്വല്ലറീസ് കിട്ടും. ഉണ്ടോ, ലാസ്റ്റ് വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട്, കാണാത്തവരാണെങ്കിൽ കാണണേ. അപ്പോൾ ഇതാണ് റെസിൻ ടേപ്പ്. ഇത് വെച്ചിട്ട് തന്നെ ഉണ്ടാക്കണം കേട്ടോ. അല്ലെങ്കിൽ സാധാരണ ടേപ്പ് ചിലവർ ഇത് വെച്ച് ചെയ്യാറുണ്ട്, എനിക്കറിയില്ല, ഞാനിത് യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല. ഞാൻ എപ്പോഴും യൂസ് ചെയ്യണത് ഇത് വെച്ചിട്ടാണ്. ഒരിക്കലും മാസ്കിങ് ടേപ്പ് എടുക്കരുത്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഗമ്മില്ലേ, ഗമ്മൊക്കെ ഒട്ടിപ്പിടിച്ചിരിക്കും. ഇത്രയും ഗമ്മൊക്കെ ഒട്ടിപ്പിടിച്ചിരിക്കും. ഇത്രയും നമുക്ക് ക്ലിയർ ആയിട്ടുള്ള ഫോമിൽ കിട്ടില്ല. കണ്ടോ, ഇതിൻ്റെ ക്ലാരിറ്റി കണ്ടോ? അപ്പോൾ ആ ഫോമാറ്റിൽ കിട്ടില്ല. ഇങ്ങനെയാണ് റെസിൻ ടേപ്പ്. അപ്പോൾ കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം. അതായത് ഉള്ളിലല്ല, പുറത്ത് കൈയൊന്നും ടച്ച് ചെയ്യാണ്ട് പ്രസ് ചെയ്യണം. ഒരു ലീക്ക് പോലും ഉണ്ടാവാണ്ട് പ്രസ് ചെയ്യണം, അല്ലെങ്കിൽ ലീക്കായിട്ട് അത് ഒരു മര്യാദക്കുള്ള ഫോമിൽ കിട്ടില്ല. സോ ഇതാണ് റെസിൻ ടേപ്പ്. മാസ്കിൻ ടേപ്പ് ഒന്നും യൂസ് ചെയ്യരുത്. ഇതൊന്നും ഞാൻ പ്രിഫർ ചെയ്യുന്നില്ല. മാക്സിമം ഇത് വെച്ചിട്ട് നോക്കുക. ഇതൊക്കെ വെച്ചിട്ട് മാക്സിമം എപ്പോക്സി ടേപ്പ് തന്നെ യൂസ് ചെയ്യുക. വളരെ സിമ്പിളാണ്. ജസ്റ്റ് ബെസിൽ, ഓപ്പൺ ബെസിൽ വെക്കുക. ചില ബെസിൽ കുറച്ച് പൊങ്ങിയൊക്കെ ഇരിക്കും. അപ്പോൾ എന്തായാലും മേക്ക് ഷുവർ അത് കറക്റ്റായിട്ട് ലെവലായിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ എപ്പോഴും ഉണ്ടാക്കുമ്പോഴേക്കും ലെവലായിട്ടുള്ള ടേബിളിൽ വേണം, ഫ്ലാറ്റ് ആയിട്ടുള്ള സർഫസിൽ വെച്ചിട്ട് വേണം. ടേബിൾ ഒന്നാണെങ്കിലും ഫ്ലാറ്റ് ആയിട്ടുള്ള സർഫസിൽ വെച്ചിട്ട് വേണം ഇത് മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അല്ലെങ്കിൽ അത് കറക്റ്റായിട്ടുള്ള ഫോമിൽ കിട്ടില്ല. ഇത് പീൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്, അതായത് ഇത് ഇങ്ങനെ പീൽ ചെയ്തെടുക്കാനും നല്ല ഈസി ആയിട്ടുള്ള ടേപ്പാണ് ഇത്. എപ്പോഴും മാക്സിമം യൂസ് ചെയ്ത് തീർക്കുക. കുറച്ച് നാൾ വെച്ചൊക്കെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ നാൾ നമ്മൾ യൂസ് ചെയ്യാണ്ടിരുന്ന് ചിലപ്പോൾ ഇത് ചീത്താവാനുള്ള ചാൻസ് ഉണ്ട്. ചീത്തായി പോയി കഴിഞ്ഞാൽ ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ഫോമിൽ നമുക്ക് കിട്ടില്ല. ഇവിടെയൊക്കെ ഇതിപ്പോൾ റെസിൻ തന്നെയാണ്. ഇവിടെ ഇങ്ങനെ ഈ ബ്ലൂ ഷെയ്ഡിൽ പറ്റി പിടിച്ചിരിക്കും. നല്ല പണിയാണ്. ചിലപ്പോൾ നമ്മൾ സാൻഡ് പേപ്പർ വെച്ച് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് സ്ക്രാച്ച് ചെയ്ത് കളയേണ്ടി വരും. സോ മാക്സിമം ക്വാളിറ്റിയുള്ള സാധനം മേടിക്കുക. ചില മോൾഡൊക്കെ കീറിപ്പോകാനോ അതിനകത്ത് നല്ല ഹോൾ വരാനോ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ വീണ്ടും റീയൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാനാണ്. ഒച്ചൊക്കെ കൊടുക്കാം, ലീക്കൊന്നും ഉണ്ടാവില്ല. റെസിൻ ടേപ്പിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ റെസിൻ അതിനകത്ത് സ്റ്റിക്ക് ആവില്ല, പിന്നെ ഗ്ലൂ മാർക്സ് ഒന്നും ഉണ്ടാവില്ല, പിന്നെ റീയൂസബിൾ ആയിരിക്കും സംടൈംസ്. പക്ഷേ റീയൂസബിൾ അല്ലെങ്കിൽ ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില സമയത്ത് ഈ മോൾഡ് ഡസ്റ്റ് പാർട്ടിക്കിൾ ഉണ്ടാവുമല്ലോ, ഇത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് അത് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഒക്കെ അത് എടുത്തോളും. അങ്ങനെ ഞാൻ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഇത് ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ്, അധികം വിലയൊന്നുമില്ല. സോ ഇത് വെച്ച് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ലുക്ക് തന്നെ ഉണ്ടാവും. ഇത് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്ലൂ മാർക്ക് ഉണ്ടാവും, സ്റ്റിക്കി ആയിരിക്കും, ചിലപ്പോൾ പെട്ടെന്ന് പോരാൻ എടുക്കുമ്പോൾ ഒരു കറക്റ്റായിട്ട് വരില്ല. പക്ഷെ ഇതാണെങ്കിൽ ക്ലീൻ ആയിട്ട് റിമൂവ് ആയി പോകുന്നത്. ബിഗിനേഴ്സ് എന്തൊക്കെ മിസ്റ്റേക്കാണ് വരുത്തണമെന്നുണ്ടെങ്കിൽ ചീപ്പായിട്ടുള്ള ഒരു സാധാരണ ടൈപ്പില്ലേ അത് യൂസ് ചെയ്തിട്ടുണ്ടാക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു മാർക്ക് ഉണ്ടാവുന്നു. പിന്നെ റെസിൻ ക്യൂർ ആവുന്നതിന് മുമ്പ് തന്നെ അത് മാറ്റാൻ വേണ്ടി നോക്കും. അപ്പോൾ അതും ക്ലിയർ ആയിട്ട് കിട്ടില്ല. ലൂസായിട്ടുള്ള ടേപ്പിംഗ്, അതായത് ഒരു പെർഫെക്ഷനായിട്ട് കറക്റ്റായിട്ട് ഇരുന്നാൽ മാത്രമേ അതൊരു കറക്റ്റ് ഫോമിൽ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ റെസിൻ ജ്വല്ലറി കറക്റ്റായിട്ട് കിട്ടും. താങ്ക് യു ഫോർ വാച്ചിങ്. ആദ്യമായിട്ടാണ് ഈ വീഡിയോ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഓക്കെ. താങ്ക് യു, ബൈ.